കഴിച്ചൊരു കുട്ടി പെട്ടെന്ന് തന്നെ ചൂയികം തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം കിട്ടാതെ ഒരു വെപ്രാളത്തോടു കൂടി 3 യുവാക്കളെ കണ്ട് അവര് ജീവൻ രക്ഷിച്ചതാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്താണ് ഇത്? ഇതിനെയാണ് നമ്മൾ ചോക്കിംഗ് എന്ന് പറയുന്നത്. ചോക്കിംഗ് എന്നത് പീഡിയാട്രിക് എമർജൻസിയിൽ ഏറ്റവും കൂടുതൽ ആക്സിഡന്റൽ ഡെത്ത് വരുന്നതിന് ഏറ്റവും പ്രധാനമായ കാരണമാണ് ചോക്കിംഗ്. അതായത് കുഞ്ഞുങ്ങൾ ഈ ചൂയിങ്കം ഒക്കെ എന്ത് പറ്റും, തൊണ്ടയിൽ സ്റ്റിക്കി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തൊണ്ടയിൽ കുടുങ്ങി ആകെ തന്നെ ബ്ലൂ ആയിട്ട് ശരീരം മൊത്തം നീലിച്ചു വരിക, ശ്വാസം കിട്ടാതെ കണ്ണൊക്കെ തന്നെ പുറത്തു വരിക, ചില കുഞ്ഞുങ്ങൾക്ക് ചുമയുണ്ടാവാം. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കാണുന്ന ലക്ഷണങ്ങൾ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ആ 3 യുവാക്കള് ആ കറക്റ്റ് ടൈമിൽ ചെയ്ത ഫസ്റ്റ് എയ്ഡാണ് ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ചോക്കിംഗ് പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ടിൽ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഏതൊക്കെയാണ് ഹൈ റിസ്ക് ഫുഡ്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നട്ട്സ്, സീഡ്സ്, പോപ്കോൺ, അതുപോലെ ഗ്രേപ്സ്, ഇതൊക്കെയാണ് ഏറ്റവും ഹൈ റിസ്ക് ആയിട്ടുള്ള ഫുഡുകൾ. ഏറ്റവും ഹൈ റിസ്ക് ആയിട്ടുള്ള അവരുടെ സമയം, അതായത് ഏത് ഏജിലാണ് ഏറ്റവും കൂടുതൽ ചോക്കിംഗ് കാണുന്നതെന്ന് വെച്ചാൽ ഒരു 6 മാസം തൊട്ട് 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ. ഈ ഒരു ടൈമിലാണ് ഇവർ എല്ലാ സാധനങ്ങളും എടുത്ത് വായിലിടുക, അല്ലെ? അപ്പൊ ഈ ഒരു ടൈമിലാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അധികം ചോക്കിംഗ് ഉണ്ടാവാറുള്ളത്. ഇനി ചോക്കിംഗ് വന്നാൽ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മുടെ ഫ്രണ്ടിൽ കുഞ്ഞ് ശ്വാസം കിട്ടാതെ നിൽക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ വേറൊരു മെത്തേഡാണ്, എബോവ് 1 ഇയർ വേറൊരു മെത്തേഡാണ്. നമുക്ക് 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ എന്താണ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. തൽക്കാലം ഞാൻ ഈ ഒരു ടെഡി ബിയർ വെച്ചിട്ടാണ് നമുക്ക് ഇത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾ ചോക്ക് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ചുമയ്ക്കാനോ അല്ലെങ്കിൽ ഒരു വെപ്രാളോ ഒക്കെ കാണിക്കും. ഒരിക്കലും തലയിലിട്ട് അടിക്കാനൊന്നും പാടില്ല. കുഞ്ഞുങ്ങളെ ഇങ്ങനെ കമഴ്ത്തി കിടത്തിയിട്ട് നമ്മുടെ കൈ അവരുടെ 2 കാലുകൾക്ക് നടുവിലായിട്ട് കമഴ്ത്തി കിടത്തിയിട്ട് നമ്മുടെ റൈറ്റ് ഹാൻഡിൽ വെച്ചിട്ട് നമ്മുടെ ഉള്ളം കൈ കൊണ്ട് പതുക്കെ ഇങ്ങനെ പ്രസ് കൊടുക്കുക. ഒരു 5 ടൈംസ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വേണം ആ ഫോഴ്സ് പോകാൻ. 1 2 3 4 5 കൊണ്ട് 5 ടൈംസ് പ്രസ് കൊടുക്കുക. ഇടയ്ക്ക് നമ്മൾ നോക്കണം കുഞ്ഞിന്റെ വായിൽ നിന്ന് ഫോറിൻ ബോഡി അല്ലെങ്കിൽ എന്താണ് ഉള്ളിൽ ചെന്നത് അത് പുറത്തോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നെ വീണ്ടും തിരിച്ചു കിടത്തിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ 2 നിപ്പിൾസിന്റെ നടുവിലായിട്ടുള്ള ഭാഗത്ത് അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ഭാഗത്തായിട്ട് വീണ്ടും പ്രസ് കൊടുക്കുക. 1 2 3 4 5 അങ്ങനെ 5 ടൈംസ്. പിന്നെ വീണ്ടും ഇവിടെ 2 ഷോൾഡർ ബ്ലേഡിന്റെ നടുവിലുള്ള ഷോൾഡർ 2 എല്ലുണ്ടല്ലോ, ഇതിന്റെ 2 നടുവിലുള്ള ഭാഗത്താണ് നമ്മൾ ഈ ഫോഴ്സ് കൊടുക്കേണ്ടത്. അങ്ങനെ 5 ടൈംസ് ഇങ്ങനെ തിരിച്ചു കിടത്തിയിട്ട് വീണ്ടും 5 ടൈംസ് ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഫോഴ്സും ആ ഒരു ഗ്രാവിറ്റേഷനും ഇതുകൊണ്ട് പുറത്തോട്ട് ഫോറിൻ ബോഡി വരുന്നതാണ്. ഇനി 1 വയസ്സിന് മേളിലുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ കുഞ്ഞുങ്ങൾ ചുമക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ ചുമക്കാൻ അനുവദിക്കുക. ഒരിക്കലും വെള്ളം കൊടുക്കാനോ അല്ലെങ്കിൽ അതൊന്നും നിർത്താനോ കിടത്താനോ ഒന്നും പോകരുത്. ചുമച്ച് പുറത്തോട്ട് വരാൻ നോക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ അവരെ ഇങ്ങനെ ഒന്ന് കുനിച്ച് നിർത്തിയിട്ട് നമ്മുടെ വലത് കൈയുടെ തമ്പ് ഇങ്ങനെ ഉള്ളിലോട്ട് വെച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡ് അതിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് പതുക്കെ കമഴ്ത്തി നിർത്തിയിട്ട് ഇങ്ങനെയുള്ള ഫോഴ്സ് കൊടുക്കുക. ഇങ്ങോട്ട് ഇങ്ങനെ അബ്ഡോമിനൽ കംപ്രഷൻ കൊടുക്കുക. ഇത് കറക്റ്റ് നമ്മുടെ ഒരു പുക്കിൾക്കൊടിയുടെ നെഞ്ചിൻ്റെ നടുവിലുള്ള ഭാഗത്താണ് റൈറ്റ് ഹാൻഡ് പ്രസ് ചെയ്യേണ്ടത്. ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് അബ്ഡോമിനൽ കംപ്രഷൻസ് കൊടുക്കുക. ഇങ്ങനെ കംപ്രസ് ചെയ്യുമ്പോൾ പതുക്കെ ഫോറിൻ ബോഡി പുറത്തോട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ ഒരുപാട് സോഷ്യൽ മീഡിയ വഴി പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇതേ സോഷ്യൽ മീഡിയയാണ് ഈ 3 യുവാക്കളെ കൊണ്ട് ഈ ഒരു ചെറിയ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാ കാര്യത്തിലും അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ ഇത് പറഞ്ഞ് എല്ലാ കാര്യത്തിലുള്ള പോസിറ്റീവ് സൈഡും കൂടെ കാണാൻ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്.
ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.